ഈ നാരങ്ങയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആസിഡിക്കാണ്. നമ്മൾ വായിലൊരു pH ഉണ്ട്, അത് നേരെ മെയിൻറ്റെയിൻ ആയി ഇരുന്നാലേ നമ്മൾ ഇനാമലും ഇതൊന്നും ഇറോഡാവാതെ പോകത്തുള്ളൂ. നമ്മളിപ്പോൾ റോങ് രീതിയിൽ പല്ല് ഈ ഭയങ്കര ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുകയാണെങ്കിലും ബ്ലീഡിങ് വരാം. ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്നതിന് ദോഷമൊന്നുമില്ല, നല്ല പ്രോട്ടീനും ഫാറ്റും ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ എല്ല് ഇട്ട് ചവയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഹാർഡ് സബ്സ്റ്റൻസ് ചവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പല്ലിൽ ചെറിയ മൈക്രോ ക്രാക്സ് ഉണ്ടാകും. പല്ല് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കുറേ മിത്തുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റെന അഭിലാഷ്, ഡെന്റിസ്റ്റ്, ശക്തി ഹോസ്പിറ്റൽ, പ്രാവച്ചമ്പലം. വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഈ മിത്തുകളാണ് ഒത്തിരി പേർക്ക്, അതായത് പല്ലിന് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, ഇങ്ങനെ ചെയ്താൽ എന്തൊക്കെയായിരിക്കും ആ ഒരു മിത്തുകളൊന്ന് പറയാമോ? ഒരു വളരെ കോമൺ മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഹാർഡായിട്ട് പല്ല് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ല് നല്ല വെട്ടിത്തിളങ്ങും, നല്ല വൃത്തിയാവും എന്നുള്ളൊരു തെറ്റായ ധാരണയിലാണ് പലരും ജീവിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെൻ്റൽ വിസിറ്റ് നടത്തി പല്ലിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ സോഫ്റ്റ് ടു മീഡിയം, ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ് തന്നെയാണ്, സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ്, ഉമുക്കിരി അതുപോലത്തെ ഒരു സാധനവും വായിക്കകത്ത് യൂസ് ചെയ്യരുത്. ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് രൂപത്തിലുള്ള ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജെല്ലല്ല, പേസ്റ്റ് രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത് മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മേളിലോട്ടും എല്ലാ പല്ലുകളിലും ഉൾക്കൊണ്ടിട്ട് നമ്മൾ ബ്രഷ് ചെയ്താൽ മതി. 2 മിനിറ്റ് നേരമാണ് ബ്രഷ് ചെയ്യേണ്ടത്. പിന്നെ ചിലവർ ഒരു ബ്രഷ് ഒരു വർഷത്തോളം യൂസ് ചെയ്യും, അത് തെറ്റായ ഒരു രീതിയാണ്. ബ്രഷുകൾ കൃത്യമായി 3 മാസം കഴിയുമ്പോഴത്തേക്കോ അതിൻ്റെ ബ്രിസിൽസ് എപ്പോൾ വളഞ്ഞു തുടങ്ങോ അപ്പം അത് മാറ്റണം. കഴിയുമെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കഴിയുമ്പോഴത്തേക്കും ആ ബ്രഷ് മാറ്റി പുതിയ ബ്രഷ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ജലദോഷമോ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബ്രഷ് മാറ്റി പുതിയ ബ്രഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ശരി. അപ്പോൾ അതൊരു പുതിയൊരു അറിവാണ്. അത് മാത്രം നമുക്ക് ഈ ത്രോട്ട് ഇൻഫെക്ഷൻ അതുപോലെ പനി ഇങ്ങനെയൊക്കെയുള്ളത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ബ്രഷ് മാറ്റുന്നത്. ഓക്കെ. അല്ലെങ്കിൽ വീണ്ടും റീഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. മറ്റൊരു മിത്താണ് ഡോക്ടർ, നമ്മുടെ ഈ വിരല് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ, അതായത് ആ മോണയിൽ ശക്തിയായിട്ട് തേച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉന്തിയ പല്ലുകൾ വരില്ല, ക്ലീൻ ആവും, അങ്ങനെ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് മുതിർന്ന ആൾക്കാർ അഡ്വൈസ് ചെയ്യാറുണ്ട്, ഇപ്പോഴുള്ള അമ്മമാരെയും പാരൻസിനെയൊക്കെ. ശരിയാണോ ഇത്? ഇല്ല, അതൊരു മിത്താണ്. നമ്മൾ മോണയിൽ പ്രസ് ചെയ്ത് ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. പല്ല് തേക്കണമെന്നാണെങ്കിൽ, പല്ല് വൃത്തിയാകണമെന്നാണെങ്കിൽ നമ്മളൊരു ബ്രഷും പേസ്റ്റും മാത്രം യൂസ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് പല്ലിനെ ക്ലീൻ ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കുകളെല്ലാം മാറ്റി ഒരു ഫ്ലോസ് യൂസ് ചെയ്ത്, ഫ്ലോസും കറക്റ്റായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കെടുത്ത് മാറ്റണം. ടൂത്ത് പിക്ക് പോലത്തെ സാധനങ്ങളൊന്നും പല്ലിലിട്ട് കുത്താൻ പാടില്ല. അപ്പം പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കെടുക്കാൻ ഫ്ലോസും ബാക്കി ഭാഗങ്ങളിൽ ബ്രഷ് യൂസ് ചെയ്ത് പല്ല് തേച്ചാൽ മാത്രം മതി. ഡോക്ടർ, അപ്പൊ ഈ ബ്രഷിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സോഫ്റ്റ് ബ്രഷ് അല്ലേ സോഫ്റ്റ് ബ്രഷാണ് ഈ മോണയിൽ നിന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ബ്രഷ് ഇട്ട് പല്ല് തേച്ച് കഴിയുമ്പോൾ ചെറിയ ബ്ലീഡിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടായിരിക്കുമോ, അതോ നമ്മുടെ മോണയ്ക്ക് ബലമില്ലാത്തത് കൊണ്ടായിരിക്കും? ബ്ലീഡിങ് വരാൻ പല കോസസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ റോങ് രീതിയിൽ പല്ല് ഈ ഭയങ്കര ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുകയാണെങ്കിലും ബ്ലീഡിങ് വരാം. അതുകൊണ്ട് മാത്രം ബ്ലീഡിങ് വരുമെന്ന് പറയുന്നില്ല, അതും ഒരു റീസൺ ആണ് ബ്ലീഡിങ് വരാൻ. അതുപോലെ തന്നെ മറ്റൊരു മിത്താണ്, നമുക്ക് ഈ പല്ല് നല്ല ക്ലീൻ ആവാൻ, നല്ല വെളുത്ത പല്ലുകൾ, വെണ്മയുള്ള പല്ലുകൾ കിട്ടാനായിട്ട് മാവില, അതുപോലെ പണ്ടത്തെ ഉമുക്കിരി, ഇങ്ങനെയുള്ളതൊക്കെ തേക്കുന്നത്. നമ്മളൊക്കെ അതൊക്കെ തേച്ചാണ് വന്നത്. ഇപ്പോൾ ഈ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലോസിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ശരിയാണോ ഡോക്ടർ? ഇല്ല, അതും വളരെ തെറ്റായ ധാരണയാണ്. നമ്മൾ ഉമുക്കിരി ഇട്ട് പല്ല് തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പല്ലെടുത്ത് സാൻഡ് പേപ്പറിൽ ഉരയ്ക്കുന്നതിന് തുല്യമാണ് ഉമുക്കിരി ഇട്ട് പല്ല് തേക്കുന്നത്. കാരണം അതിന് ഭയങ്കര അബ്രസീവ് സാധനങ്ങളുണ്ട്. അത് വെച്ച് നമ്മൾ പല്ലിൽ തേച്ച് കഴിഞ്ഞാൽ ഇനാമൽ ഇറോഡായിട്ട് പോകും. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഇനാമൽ ലെയർ ചെറിയൊരു മഞ്ഞ കളറാണ്, അതിൻ്റെ അകത്തുള്ള ഡെൻറ്റിനാണ് വെളുത്ത കളർ. അപ്പം നമ്മൾ ഈ പല്ല് തേച്ച് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ പല്ല് നല്ല വെളുത്തിരിക്കും. അപ്പോൾ ആൾക്കാരുടെ ചോദിച്ചാൽ നല്ല വൃത്തിയായിട്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ എല്ലാവർക്കും വരുന്ന ഒരു സാധനമാണ് പുളിപ്പ് അനുഭവപ്പെടുക.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാമിൾ മാറിപ്പോയി, ഡെൻറ്റിനാണ് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചൂടും തണുപ്പും ഒന്നും അവർക്ക് തൊടാൻ പറ്റാത്തത്. ഇപ്പോഴ് ബ്രഷും പേസ്റ്റും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടും കൂടിയാണ് ഈ പണ്ടൊക്കെ വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് പല്ലിളകി പോവുക അല്ലെങ്കിൽ ഇളക്കി കളഞ്ഞ് സെറ്റ് വെക്കല ആണല്ലോ പണ്ടത്തെ ഇത്. പക്ഷെ ഇപ്പം ആൾക്കാർ പല ആൾക്കാർക്ക് ഇപ്പോഴും ഏകദേശം എല്ലാ പല്ലുകളും ഇപ്പോഴും ഉണ്ട്. പ്രായമായതിന് ശേഷവും ഉള്ള കണ്ടീഷനാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ അവരൊക്കെ ബ്രഷും പേസ്റ്റും യൂസ് ചെയ്തിട്ട് ഉള്ളവർക്കാണ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ കാണുന്നത്. ഉമിക്കരിയൊക്കെ യൂസ് ചെയ്ത് പല്ല് തേച്ചവരിൽ വളരെ യങ് ഏജിലൊക്കെ പല്ലുകൾ ഇളകിപ്പോവാനും ബലക്കുറവും കാണുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഹോം റെമഡീസ് യൂസ് ചെയ്യും. ഇപ്പൊ ബ്ലീച്ചിങ് ഒക്കെ ഒരു സ്റ്റൈലാണല്ലോ. അതായത് പല്ല് കുറച്ച് നല്ല കറയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കോഫിയോ ചായയോ ഒക്കെ കുടിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതാണ് കറകൾ ബാധിക്കുന്ന പല്ലുകളെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഹോം റെമഡീസ് യൂസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഈ നാരങ്ങ, ഉപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം യൂസ് ചെയ്ത് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പല്ലിന് നല്ല വെണ്മ കിട്ടും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഈ ഹോം റെമഡീസ് ഒക്കെ നമ്മുടെ പല്ല് കേട് വരുത്തുമോ അതോ കുഴപ്പമില്ല, അത് നന്നായിട്ട് പോകുമോ? ഒരിക്കലുമില്ല. പല്ല് നമ്മൾ കേട് മാത്രമേ വരത്തുള്ളൂ. ഹോം റെമഡീസ് ഒരിക്കലും നന്നായിട്ട് പോകത്തില്ല. കാരണം ഈ നാരങ്ങയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആസിഡിക്കാണ്. നമ്മൾ വായിലൊരു pH ഉണ്ട്, അത് നേരെ മെയിൻറ്റെയിൻ ആയി ഇരുന്നാലേ നമ്മൾ ഇനാമലും ഇതൊന്നും ഇറോഡാവാതെ പോകത്തുള്ളൂ. നാരങ്ങ അല്ലെങ്കിൽ ഇറോഷൻ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അതിനെ ഇട്ട് നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ പല്ല് കേടായി പോകത്തേ ഉള്ളൂ. അതേപോലെ സോൾട്ടൊക്കെ അബ്രസീവാണ്. ഈ ഉമിക്കരിയുടെ അതേ എഫക്റ്റ് തന്നെയാണ് സോൾട്ടും തരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഹോം റെമഡീസിൻ്റെ ആവശ്യമില്ല. ടൂത്ത് പേസ്റ്റും ബ്രഷും മാത്രം മതി നമുക്ക് പല്ല് ക്ലീനാക്കാൻ. അതുപോലെ തന്നെ ഈ കട്ടിയുള്ള ആഹാരങ്ങൾ, അതായത് കുറച്ച് പല്ലൊന്ന് സ്ട്രോങ് ആവട്ടെ, ഈ ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ അങ്ങനെ മട്ടൻ അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുമ്പോൾ ഈ എല്ലൊക്കെ കടിച്ച് മുറിച്ച് കഴിക്കണം. അതാവുമ്പോൾ പല്ല് കുറച്ചുകൂടി ഷാർപ്പണിങ് ആവും അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്തനിങ് ആവും എന്ന് പറയാറുണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ കുട്ടികളെ അതൊക്കെ കഴിക്കാനും അവരെയൊക്കെ അത് കടിച്ച് ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കാറുണ്ട്. ഇതൊക്കെ പല്ലിന് ബലം കൂട്ടുന്നതാണോ? എന്താണ് സത്യം? ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്നതിന് ദോഷമൊന്നുമില്ല, നല്ല പ്രോട്ടീനും ഫാറ്റും ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ എല്ല് ഇട്ട് ചവയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഹാർഡ് സബ്സ്റ്റൻസ് ചവച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല്ലിൽ ചെറിയ മൈക്രോ ക്രാക്സ് ഉണ്ടാകും. അത് ചിലപ്പോൾ അപ്പം കാണണമെന്നില്ല, കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും പല്ലിന് ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് പൊട്ടി പൊട്ടി പോകും. അപ്പോൾ കഴിയുന്നതും നമുക്ക് ഒരു ലിമിറ്റിനുള്ള ഹാർഡ്നെസ്സിനുള്ള സാധനങ്ങളെല്ലാം കഴിക്കാം. മീറ്റ് ഒക്കെ കഴിക്കാം, പക്ഷെ ബോൺ ചവച്ച് പൊട്ടിക്കാൻ പാടില്ല. ഞണ്ടിൻ്റെ ഒക്കെ ഇത് കടിച്ച് പൊട്ടിക്കാൻ പാടില്ല. അങ്ങനെ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ ചിലർ ബോട്ടിലൊക്കെ തുറക്കാൻ നോക്കും, അത് തെറ്റായ രീതി. അതേപോലെ ഈ സൂചി പിൻ ഇതൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് തുറക്കാൻ നോക്കും, അതൊക്കെ റോങ് ആയിട്ടുള്ള രീതിയാണ്. ചില തയ്ക്കുന്നവർ നീഡിലിങ്ങനെ ചിലപ്പോൾ കടിച്ച് പിടിച്ചിട്ടൊക്കെ വലിച്ച് എടുക്കാന്നൊക്കെ നോക്കും, അതെല്ലാം തെറ്റായ രീതിയാണ്. ഇതൊക്കെ നമ്മുടെ പല്ലിന് കേടുവരുത്തുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമ്മുടെ കുറേ ദുശീലങ്ങളാണ് നമ്മുടെ മിത്തുകൾ അല്ലേ? നമ്മൾ ദുശീലത്തെക്കുറിച്ച് വേറൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മിത്തുകൾ എന്ന് പറയുന്നതും കുറേ ദുശീലങ്ങളാണ്. അപ്പോൾ ഈ മിത്തുകളൊന്നും നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക. ഇപ്പോൾ തന്നെ എല്ലാവർക്കും ആ കറക്റ്റ് ആയിട്ടുള്ള രീതികളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ.